പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം. എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി 2.5 വർഷം എടുക്കുന്നു. ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് 2.5 വർഷം. മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല. രാഹുകേതുക്കൾ 1.5 വർഷവും വ്യാഴം 1 വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ 30 മുതൽ 45 ദിവസം വരെയാണ്. അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ അവതരിപ്പിക്കുന്നത്. കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. മരണം, രോഗങ്ങൾ, ക്ലേശങ്ങൾ, അപവാദങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, അപമാനങ്ങൾ, ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു. അതിനിടയിലാണ് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത്. അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശനി മാറുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടെയാണ് ശനിയുടെ മാറ്റം. ഈ മാറ്റം മേടരാശി മുതൽ 12 രാശിക്കാർക്കും, മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശനി ഏതെല്ലാം രാശിക്കാർക്ക് ശുഭത്വത്തോടുകൂടി വർത്തിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ്, ആർക്കൊക്കെയാണ് കണ്ടകശനി, 7.5 ശനി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നാം ആദ്യമായി ചർച്ച ചെയ്യുന്നത് മേടം രാശിക്കാരുടെ ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രകടിപ്പിക്കുന്നു എന്നതാണ്. സുഖം ഹി ദുഃഖാൻ അനുഭൂയ ശോഭതയെ ഘനാന്തകാര്യ ശിവ ദീപദർശനം. ഇരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് ഒരു പ്രകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ശുഭത്വം നമുക്കറിയാം. ജീവിതം പ്രതീക്ഷയാകുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം മേടൻ രാശിക്കാർക്ക് ചാരവശാൽ ശനി 11-ാം ഭാവത്തിലായിരുന്നു. പ്രായണ നന്മകൾ പ്രദാനം ചെയ്തിരിക്കാം. മേടം രാശിക്കാർക്ക് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത് ലാഭഭാവമാണ്. പലപ്പോഴും സന്താന വിഷയങ്ങൾ, പ്രായമുള്ളവർക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലേ, ചെറുമക്കൾ, കർമ്മമേഖലയിൽ 11-ാം ഭാവം ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനി, ഇതൊക്കെ നന്മകൾ പ്രദാനം ചെയ്തിരിക്കാം. ഇനി നമുക്ക് മേടൻ രാശിക്കാർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ശനിമാറ്റം എപ്രകാരമാണെന്നാണ് വിലയിരുത്തുന്നത്. മേടൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇവിടെ മേടൻ രാശിക്കാർക്ക് ശനി 12-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ശനി. മേടൻ രാശിക്കാർക്ക് ശനി കർമാധിപത്യം, 10-ാം ഭാവാധിപത്യം, അപ്രകാരം തന്നെ ലാഭാധിപത്യം, ലാഭങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു. 10-ാം ഭാവം എന്നാൽ ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, ദേവാലയം, മന്ദിരങ്ങൾ, നഗരങ്ങൾ, സഭകൾ, നാം ഉദ്ദേശിക്കുന്ന കോർപ്പറേഷൻ മുതലായ മണ്ഡലങ്ങൾ, മാർഗാലയങ്ങൾ, വഴിയിലുള്ള മന്ദിരങ്ങൾ, ദാസ, കർമാണി, ദാസന്മാർ, ഭൃത്യന്മാർ, എല്ലാതരം തൊഴിലും തന്നെ ആശ്രയിക്കുന്നവർ, ഇവരൊക്കെ ചിന്തിക്കുന്നു 10-ാം ഭാവം കൊണ്ട്. 11-ാം ഭാവം കൊണ്ടാണെങ്കിലോ സർവാഭിഷ്ടാഗമഃ, തനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വരുന്ന അവസ്ഥ. ജ്യേഷ്ഠഭ്രാത, തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, നിജാത്മജാഹ, മക്കളുടെ മക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മക്കളുടെ മക്കൾ, ചെറുമക്കൾ, പേരക്കിടങ്ങൾ, ധനലാഭം, ഇതൊക്കെയാണ് 10-11 ഭാവാധിപത്യം മേടൻ രാശിക്കാർക്ക് ശനി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ശനിയാണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്.
അപ്പോൾ ഈ മേൽപ്പറഞ്ഞ എല്ലാ ഭാവങ്ങൾക്കും ശനി നാശമുണ്ടാക്കുന്നു. കർമ്മം നശിക്കും. കർമ്മമേഖലയിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ വരും. പദവികൾ വഹിക്കുന്നവർക്ക് പദവി നഷ്ടപ്പെടും. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഫലമാണ്. പതിതസ്ഥിരിപ്പേ പാതിത്യം, വീഴ്ച വരും. തൻ്റെ പദവി പൊസിഷനിൽ നിന്ന് തനിക്ക് വീഴ്ച വരും. 2.5 വർഷക്കാലം ഏറ്റവും ശ്രദ്ധിക്കണം മേടൻ രാശിക്കാർ. തൻ്റെ പേരക്കിടാങ്ങൾക്ക് അസ്വസ്ഥത വരും. തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് അസ്വസ്ഥതകൾ വരും. തൻ്റെ ലാഭം കുറയും, തനിക്ക് നഷ്ടം വരും. കാരണം 12ാം ഭാവം നഷ്ടമാകുന്നു. തനിക്ക് ജീവിതത്തിൽ അക്കൗണ്ട് ബാലൻസ് കൂടി നോക്കുമ്പോൾ ലാഭത്തെക്കാളും നഷ്ടം വരുന്ന 2.5 വർഷമായിരിക്കും മേടൻ രാശിക്കാർക്ക്. കാരണം മേടൻ രാശിക്കാർക്ക് ശനി 12ൽ ആണുള്ളത്. 7.5 ശനിയുടെ ആരംഭമാണ്. ഇവിടെ ശനി 7.5 ശനി ആരംഭിക്കുന്നു മേടൻ രാശിക്കാർക്ക്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ആ 11ാം ഭാവത്തിൽ നിന്നും വന്ന ശനി 12ാം ഭാവത്തിൽ 7.5 ശനിയുടെ ഒരു ആരംഭം ഉണ്ടാക്കുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. തനിക്ക് കള്ളൻ എന്ന പേര് മുദ്രകുത്തപ്പെടും. അല്ലെങ്കിൽ താൻ അന്യരാൽ ചതിക്കപ്പെടും, കള്ളന്മാരാൽ ചതിക്കപ്പെടും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സുതാര്യമായി ചെയ്യുക. അനാവശ്യമായ വിവാദങ്ങളിലും ചെന്ന് പെടരുത്. കർമ്മമേഖലയിൽ പലപ്പോഴും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ തന്നെ പിടിക്കപ്പെടും, അപഹാസ്യരാക്കപ്പെടും സമൂഹത്തിൽ. ഇന്നലെയും ഞാൻ കണ്ടു, ഗ്യാസ് ഏജൻസി നടന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസർ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി. അതും പോരാതെ വീണ്ടും ഉപദ്രവിച്ചു. വിജിലൻസ് പിടിച്ച് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശനി വരുത്തുന്ന അപകടങ്ങളാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ശനി പേരുദോഷമുണ്ടാക്കും. തൻ്റെ സത്പേരിന് കളങ്കമുണ്ടാക്കും ശനി. നാം നല്ല വെള്ള വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ അല്ലെങ്കിൽ ചളി തെറിപ്പിച്ചാൽ ആ വസ്ത്രം ഉപയോഗശൂന്യമായി മാറും. അപ്രകാരം തൻ്റെ ജോലി, തൻ്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ്, ഭാര്യ, തൻ്റെ സന്താനങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സത്പേരുകളൊക്കെ കളങ്കപ്പെടുത്തും. പത്രത്തിൽ അനാവശ്യമായ പേരും വിവാദങ്ങളും തൻ്റെ പേരിൽ വരുമ്പോഴെന്ന് 12ൽ ശനി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർ ഓർക്കണം. 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ നാം അറിയാതെ തന്നെ പാപകർമ്മം, പാപരതി നമുക്ക് മനസ്സിലുണ്ടാകും. അതിനാൽ പാപവാസന ചെയ്യുവാനുള്ള ഒരു തോന്നൽ അകാരണമായി നമ്മെ ഭരിക്കും. തിന്മ ചെയ്യുവാനുള്ള മൂടാണ് ഉണ്ടാവുക. നന്മയിൽ നിന്നും മാറി തിന്മയിലേക്കുള്ള സഞ്ചാരം അബദ്ധ സഞ്ചാരമാണ്. അത് നല്ല മാർഗത്തിലുള്ള സഞ്ചാരമല്ല. പേരുദോഷം, ധനനഷ്ടം, ചതിക്കപ്പെടുക, ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം. തനിക്ക് ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, വാതരോഗങ്ങൾ ഉണ്ടാകും, നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. ഷുഗർ പേഷ്യൻസിന് കണ്ണ് കാഴ്ച വളരെയധികം ബുദ്ധിമുട്ടാകും. കാരണം 12ാം ഭാവം വാമം അമ്പകം ഇടത്തെ കണ്ണാകുന്നു. അനാവശ്യമായ ദുർച്ചെലവുകളാകുന്നു, പതനമാകുന്നു. തൻ്റെ പൊസിഷനിൽ നിന്നുമുള്ള, ജോലി സങ്കേതത്തിൽ നിന്നുമുള്ള നിഷ്കാസിതമാകുന്നു, പതനമാകുന്നു, സ്ഥാനഭ്രംശമാകുന്നു, വൈകല്യങ്ങളാകുന്നു. ശനി വൈകല്യങ്ങളെ ഉണ്ടാക്കുന്ന ആളാണ്. വാതരോഗികൾ ശ്രദ്ധിക്കുക. അപ്രകാരം ഞാൻ സൂചിപ്പിച്ചു, നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. ശനിയെക്കൊണ്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പ്രാപ്നോതിജ വ്യ അംഗതാം. രോഗം വന്ന് ശരീരത്തിന് വൈകല്യങ്ങൾ വരും, മുറിച്ചു മാറ്റപ്പെടും, സർജറി ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. അനാരോഗ്യമായ അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അസമയത്തുള്ള യാത്രകൾ, സഞ്ചാരങ്ങൾ, തൻ്റെ കർമ്മമേഖലയിൽ തൻ്റെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരെയൊക്കെ പരിരക്ഷിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് വളരെയധികം ഭാരം കൊടുത്തുകൊണ്ട് ജോലി ചെയ്ത് അവരെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് അപകടമുണ്ടാകും. ആ അപകടം തനിക്കും എന്ത് ചെയ്യും? തനിക്കും വളരെ ദോഷമായി ബാധിക്കും. തനിക്കും പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ താൻ വഞ്ചിച്ചു, ചതിച്ചു, കബളിപ്പിച്ചു എന്നൊക്കെയുള്ള പേരുദോഷം ഒക്കെ ശനി ഉണ്ടാക്കും. അതിനാൽ മേടൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിച്ച് മാത്രം കാര്യങ്ങൾ നീങ്ങുക. 7.5 ശനിയാണ്. പ്രാർത്ഥന: ഓം ശം ശനീശ്വരായ നമഃ. എനിക്ക് ശനീശ്വരൻ സ്വസ്ഥത തരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹനുമാൻ ചാലിസ ഭജിക്കണം. ആരോഗ്യത്തിന് വിഷയമുള്ളവർ ഹനുമാൻ ചാലിസ ഭജിച്ച് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട അവിൽ നിവേദ്യം വഴിപാട് ചെയ്യുക. ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക, ശനിയാഴ്ച പോവുക. അവിടെ ശനിയാഴ്ച പോയാൽ ഗത ഒപ്പിക്കൽ എന്ന വിശിഷ്ടമായൊരു കർമ്മമുണ്ട്, ശത്രുദോഷം മാറാൻ. അതിന് പുറമെ അവിടെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമായി പ്രതിഷ്ഠ ഉണ്ടാവുക ശ്രീരാമസ്വാമിയോ വിഷ്ണുവോ ആയിരിക്കാം. അവിടെയും വഴിപാടുകൾ ചെയ്യുക. ഇപ്രകാരം ശനീശ്വരൻ്റെ ദോഷങ്ങൾ നിങ്ങൾക്ക് മാറ്റാം. ശനീശ്വരനെ കൊണ്ടാണ് നാം അയ്യപ്പൻ, ശാസ്താവ്, വേട്ടക്കരൻ, മുത്തപ്പൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി,
പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഹനുമാൻ മുതലായ ദേവതകളെ ചിന്തിക്കുന്നത്. അതിനാൽ ഈ ദേവതാ സങ്കേതങ്ങളിൽ പോവുക, ആ ദേവതകൾക്ക് അനുസരിച്ചുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുക. വളരെയധികം മാനസികമായും ശാരീരികമായും സ്പിരിച്വലി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. കാരണം 9 ഗ്രഹങ്ങളിലും ശനിക്ക് മാത്രമാണ് ഈശ്വരൻ എന്ന് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശനീശ്വരനെ പ്രാർത്ഥിച്ചാൽ ശനീശ്വരൻ എല്ലാം തരും. രോഗത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ശനിയുടെ ഏറ്റവും നല്ല ധാന്യമാകുന്നു എള്ള്. നിങ്ങൾക്ക് ശനിയാഴ്ചകളിൽ എള്ളിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് സുഖമായിട്ട് കുളിക്കാം. ശാരീരികമായി അങ്ങേയറ്റം നിങ്ങൾക്ക് ശനി ഈ എള്ളിൻ്റെ വെള്ളത്തിൽ കുളിക്കുന്നത് നന്മകൾ ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും. ഹനുമാൻ ചാലിസ ജപിക്കാം. ഉദിത് നാരായണൻ്റെ ഹനുമാൻ ചാലിസ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഊർജം എത്രയെന്ന് നിങ്ങൾക്ക് വർണ്ണനാതീതമാണ്, പ്രവചനാതീതമാണ്. അത്രയധികം ഹനുമാൻ ചാലീസ അതിമനോഹരമായി അദ്ദേഹം ഭജിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെ കേൾക്കുക, ദോഷങ്ങളൊക്കെ പരിഹരിക്കട്ടെ. എല്ലാ ശനിയാഴ്ചയും കാലത്ത് 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് 2 തിരി വിളക്കിൽ നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് ഹനുമാൻ സ്വാമിയെ അല്ലെങ്കിൽ ശനീശ്വരനെ ഓം ശം ശനീശ്വരായ നമഃ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മേടൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു 2.5 വർഷത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.